അധികാരമെന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട ഒരവസരം എന്ന സിദ്ധാന്തത്തെ പണ്ടെന്നോ നമ്മൾ കുഴിവെട്ടിമൂടി. EMS-നെ കുറിച്ച്, കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തെക്കുറിച്ച്, മൂല്യച്യുതിയെക്കുറിച്ച് ഒക്കെ എടുത്തു പറയുന്ന MT വാസുദേവൻ നായർ അത് നരേന്ദ്രമോദിയെക്കുറിച്ചാണ് പറഞ്ഞത് എന്ന് സ്ഥാപിക്കാൻ നോക്കുന്നത് കണ്ടാൽ അത് അയഥാർത്ഥമായ വികലമായ ഒരു ആവിഷ്കാരമായി മാത്രമേ അങ്ങനെയുള്ള ഒരു വാദത്തെ കാണാൻ കഴിയുകയുള്ളൂ. ഇവിടെ MT വാസുദേവൻ നായർ പറഞ്ഞിരിക്കുന്നത് ജനപക്ഷത്തു നിന്നാണ് എന്നുള്ളതാണ്. ജനപക്ഷത്ത് നിന്ന് വിലയിരുത്തുമ്പോൾ ആ പറഞ്ഞത് പിണറായി വിജയനെയാണ് എന്ന് മനസ്സിലാക്കാനായി ഒരുപാട് ബുദ്ധിയുടെയോ ഒരുപാട് പരിചയ സമ്പത്തിന്റെയോ ഒന്നും ആവശ്യമില്ല. അധികാരം എന്നത് ആധിപത്യവും സർവാധിപത്യവുമായി മാറുന്നതിന്റെ കാഴ്ചകളാണ് നവകേരള സദസ്സിലുടനീളമുള്ള രക്ഷാപ്രവർത്തനം എന്ന് വിശേഷിപ്പിക്കുന്നത് മുതൽ നമ്മൾ നേരിട്ട് കണ്ടത്. ആ കാഴ്ചകൾ നമ്മുടെ മുന്നിൽ അതായത് ചരിത്രമല്ല, വർത്തമാന കാലത്തിൽ തന്നെയുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. എതിർ ശബ്ദങ്ങളോടുള്ള അസഹിഷ്ണുത അത് പിണറായി വിജയനുണ്ട്. KK ശൈലജ കുറച്ചു സമയം കൂടുതൽ പ്രസംഗിച്ചപ്പോൾ അവിടെ അരങ്ങേറിയത്, അതിന്റെ വിശദീകരണമൊക്കെ പിന്നീട് വന്നെങ്കിലും അസഹിഷ്ണുത എന്ന് പറയുന്നത് പിണറായി വിജയൻ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയുന്നവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. തീയിൽ കൊരുത്തൊരു കുതിര, കൊടുങ്കാറ്റിൽ പറക്കും കഴുകൻ, മണ്ണിൽ മുളച്ചൊരു സൂര്യൻ, ഒരാളെ ജനം വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെടുമ്പോൾ ഇങ്ങനെയുള്ള വാഴ്ത്തുപാട്ടുകൾ ഉണ്ടാകുന്നത് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭൂഷണമല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതിയും അതല്ല. അങ്ങനെയുള്ള വ്യക്തിപൂജകൾ P ജയരാജന്റെ കാര്യത്തിൽ വരുമ്പോൾ അതിനെ തള്ളിപ്പറയുകയും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആകുമ്പോൾ ഇരുന്നു കൊണ്ട് പിണറായി വിജയൻ ദൈവമാണെന്ന് പറയുന്ന, വീരാരാധനയോടെ വാഴ്ത്തുപാട്ടുകൾ പറയുന്ന ഒന്നിലധികം നേതാക്കളെ ഈ സമീപകാലത്ത് തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ. ആൾക്കൂട്ടത്തെ ആരാധകരാക്കുന്ന, പടയാളികളാക്കുന്ന അനഭലഷണീയ പ്രവണതയെയാണ് MT വാസുദേവൻ നായർ ഇവിടെ തുറന്നെതിർത്തിരിക്കുന്നത് എന്നതാണ് എന്റെ സുചിന്തിതമായ അഭിപ്രായമാണ്. ഇതിലെനിക്ക് ഇടത്തോട്ടുമില്ല വലത്തോട്ടുമില്ല. പ്രസംഗം ദുർവ്യാഖ്യാനിച്ചു എന്ന് പറയുന്ന വാദമൊന്നും ഒരു വാദത്തിന് വേണ്ടി പോലും എടുക്കാൻ കഴിയുന്ന ഒന്നല്ല. വീരാരാധനയും മഹാനെന്നും ഒക്കെ ആവർത്തിക്കുന്നവർ അത് ആവർത്തിച്ചുകൊട്ടെ, ജനങ്ങൾക്ക് അതെന്തായാലും കണ്ട് വിലയിരുത്താൻ കഴിയും. പ്രസംഗം ദുർവ്യാഖ്യാനിച്ചത് ഇടതുപക്ഷ വിരുദ്ധ അപസ്മാരം ബാധിച്ചവരാണ് എന്നൊക്കെയാണ് LDF-ന്റെ കൺവീനർ പറഞ്ഞത്. അതും ഈ സർവാധികാര പ്രമത്തതയുടെ ഉപോൽപ്പന്നങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരാളെന്ന നിലയിൽ മാത്രമാണ് ആ വാദത്തെയും കാണാൻ കഴിയുക. അദ്ദേഹത്തിന്റെ അഭിപ്രായം കൃത്യമായി പിണറായി വിജയനെ വേദിയിലിരുത്തിയാണ് പറഞ്ഞത്. അധികാരം എന്നത് ഇതുപോലെ ഒരു അധികാര പ്രമത്തത ബാധിച്ച്, അതിന്റെ ഒരു തിമിരം ബാധിച്ച് കാഴ്ചയില്ലാതെ നിൽക്കുകയാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തിരുത്തണമെന്ന ഒരു ഉപദേശമാണ് ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ പിണറായി വിജയനെ വേദിയിലിരുത്തിക്കൊണ്ട് MT വാസുദേവൻ നായർ കൊടുത്തത് എന്നതാണ്. തെറ്റുപറ്റിയെന്ന് തോന്നിയാൽ അത് സമ്മതിക്കുക എന്നത് നമ്മുടെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക ജീവിത മണ്ഡലങ്ങളിൽ ഒരു മഹാരഥനും ഇവിടെ പതിവില്ല.